السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا نور الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. അല്ലാഹുവേ, ഈ സദസ്സ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ തിരുനോട്ടമുള്ള ഒരു സദസ്സായി ഈ സദസ്സിനെ കബൂലാക്കണം റഹ്മാനെ. അസ്ഹാബുൽ ബദറിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നീ വെളിച്ചം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഏതു സമയത്ത് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ശരീരത്തിനും ഹൃദയത്തിനും ശുദ്ധി നൽകണം റഹ്മാനെ. എല്ലാവിധ ആഫത്ത് ബലാ മുസീബത്തുകളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തണം റഹ്മാനെ. റഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ദുആ ചെയ്യണമെന്ന് നിരവധി ആളുകൾ ഞങ്ങളോട് പല സമയത്തും പറയാറുണ്ട്. അവരുടെയും ഞങ്ങളുടെയും നല്ല മുറാദുകൾ നീ ഹാസിലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, മരിച്ചുപോയ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ വലിയ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ, എല്ലാവർക്കും സ്വർഗം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ഈ സ്ഥാപനം ആരംഭിച്ച കാലം മുതൽ ഇതുവരെ ഇതിനു വേണ്ട എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും നൽകിയവർ അല്ലാഹുവേ, ആരൊക്കെയാണോ വിട പറഞ്ഞു പോയത് അവർക്കൊക്കെ നീ ഖബറിൽ ഈ സദസ്സു കാരണം സന്തോഷം നൽകണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീം. ആദരണീയരായ സാദാത്തുക്കളെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നല്ലവരാകുന്ന കാരണവന്മാരെ, മാന്യ സഹോദര സഹോദരിമാരെ, നോട്ടീസിലും പ്രചരണത്തിലുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇന്നത്തെ സദസ്സ് ഒരു പ്രഭാഷണത്തിന്റെ സദസ്സല്ല. അസ്ഹാബുൽ ബദറിന്റെ ഇസ്മുകൾ ചൊല്ലുന്ന മജ്ലിസ് നൂറിന്റെ സദസ്സും ഇലാഹാകുന്ന റബ്ബിനോട് ദുആ ചെയ്യാൻ ഏറെ അനുയോജ്യരായ
ദുആക്ക് വലിയ ഇജാബത്തുള്ള ദാക്കിറായ ആബിദായ ഒരു മഹാന്റെ നേതൃത്വത്തിലുള്ള ദുആഇന്റെ മജ്ലിസുമാണ് ഇവിടെ നടക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ മജ്ലിസ് നൂറിലേക്കും മറ്റുള്ള നല്ല കാര്യങ്ങളിലേക്കുമൊക്കെ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ഏതാനും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ സദസ്സിന്റെ ഒരു അദബ് എന്ന നിലക്ക് നമുക്ക് ഈ സദസ്സ് കൊണ്ട് നഷ്ടം വരാതിരിക്കണം എന്ന നിലക്ക് ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ മാത്രമാണ് എഴുന്നേറ്റിട്ടുള്ളത്. ഈ സദസ്സിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സുന്നി യുവജന സംഘത്തിന്റെ ജില്ലാ ഉപാധ്യക്ഷൻ കൂടിയാകുന്ന പ്രിയങ്കരനായ KKS തങ്ങളവർകൾ ഉദ്ഘാടനത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ സംസാരിക്കാൻ വിളിച്ചതെങ്കിലും ആദരണീയരായ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിലുള്ള അഹ്ലു ബൈത്തിൽപ്പെട്ട നിരവധി ആളുകൾ ഈ വേദിയിലുണ്ട്. ഇവിടെ ഫാത്തിഹ വിളിച്ചത് സയ്യിദ് അവർകളാണ്, ദുആ ചെയ്തത് സയ്യിദ് അവർകളാണ്, അധ്യക്ഷ പദവിയിൽ സയ്യിദ് അവർകളാണ്, വേദിയിലിരിക്കുന്ന ധാരാളം ആളുകൾ സദാത്തുക്കൾപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യം തന്നെയാണ് ഈ സദസ്സിന്റെ ഉദ്ഘാടനം എന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരാളം സദസ്സുകളൊക്കെ കേരളക്കാർക്ക് കണ്ടു പരിചയമുണ്ട്. നാം സംഘാടകരാണ്, അഥവാ സംഘടിപ്പിക്കുന്നവരാണ്. പല സദസ്സിലും നാം എല്ലാവരും സംബന്ധിക്കാറുണ്ട്. പക്ഷേ ഒരു അണമുറയാത്ത ഒരു ആത്മീയ പ്രവാഹമായി, ഒരു മതിവരാത്ത കൊതി തീരാത്ത ഒരു സദസ്സായി മജ്ലിസ് നൂർ എന്ന ഈ പ്രകാശത്തിന്റെ പരിശുദ്ധമായ സദസ്സിന് റഹ്മുർ-റഹീമായ റബ്ബ് തആല നമുക്ക് കനിഞ്ഞരുളിയിരിക്കുകയാണ്. പഴയ കാലം പോലെയൊന്നുമല്ല, പുതിയ ലോകത്തെ നമുക്കറിയാം. ദുനിയാവ് എന്ന ഒരു നെട്ടോട്ടത്തിൽ മാത്രമാണ് സമയം, ആരോഗ്യം, സമ്പത്ത് എല്ലാം വിനിയോഗിക്കുന്നത്. മരണശേഷമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ദുനിയാവിന് വേണ്ടിയാണ്. അങ്ങനത്തെ ഈ ഒരു വലിയ സമൂഹത്തിന്റെ മുമ്പിൽ മജ്ലിസ് നൂർ എന്ന ഒരു സദസ്സ് മാസത്തിൽ ഒരു തവണ ഒരു പ്രദേശത്ത് വേണം എന്ന നിർബന്ധമാണ് ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ളത്. ഞാൻ ഇന്നലെയും മിനിയാന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ മജ്ലിസ് നൂറിന്റെ സദസ്സുകളാണ് രാത്രികളിൽ സാധാരണ സംബന്ധിക്കാറുള്ളത്. എല്ലാ മാസവും 1500, 2000 ആളുകളൊക്കെ സംബന്ധിക്കുന്ന സദസ്സുകൾ നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ നിരവധിയുണ്ട്. കഴിഞ്ഞ മാസം വലിയ ഒരു പരിപാടിയായിരുന്നല്ലോ, ഇനി അടുത്ത വർഷം മതി എന്നല്ല, അടുത്ത മാസം വേണമെന്ന് ജനങ്ങൾ ചിന്തിക്കുകയാണ്. ആളുകൾ ഇല്ലാത്ത പ്രദേശമെന്നൊക്കെ ധരിച്ചിരുന്ന ചില പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, വയനാട് ജില്ലയിൽ മിനിയാന്തൊരു മജ്ലിസ് നൂറിൽ ചെല്ലുമ്പോൾ നിരവധി ആളുകൾ നിറഞ്ഞു കവിഞ്ഞ സദസ്സാണ് കാണുന്നത്. മലപ്പുറം ജില്ലയിൽ ഒരു ഗ്രാമത്തിൽ ഒരു മജ്ലിസിൽ 1000-ലേറെ ആളുകൾ സംബന്ധിച്ച ഒരു സദസ്സിലേക്ക് ചെല്ലുമ്പോൾ ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് കാരണവന്മാർ പറയുന്നത്, 60-70 വയസ്സായവർ പറയുന്നത്, നമുക്ക് ഓർമ്മ വെച്ചതിന് ശേഷം ഇത്ര ആളുകൾ കൂടിയ സദസ്സുണ്ടായിട്ടില്ല. ആ തരത്തിൽ മഹാന്മാരാകുന്ന ബദരീങ്ങളുടെ ഒരു നേരിട്ടുള്ള നിയന്ത്രണമുള്ള ഒരു സദസ്സ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, അല്ലാഹുവേ തങ്ങൾക്ക് ദീർഘായുസ്സ് പ്രദാനം ചെയ്യണം റഹ്മാനെ, തങ്ങളെ നിർദ്ദേശപ്രകാരം അവിടുത്തെ അനുമതി പ്രകാരം ഇന്ന് എല്ലാ പ്രദേശത്തും നടക്കുകയാണ്. ഈ നാട്ടിലും വിവിധ സമയങ്ങളിലായി, വിവിധ പ്രദേശങ്ങളിലായി, വിവിധ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ മജ്ലിസ് നൂർ നടത്തിയിട്ടുണ്ട്. അതിന്റെ ആ മധുരം നിങ്ങളെ ഹൃദയത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെയാണ് മാസത്തിൽ ഒരു തവണ ഈ മദ്രസയുടെ തിരുമുറ്റത്ത് ഈ നാട്ടിലെ മുഅ്മിനീങ്ങൾ ഒന്നിച്ചിരുന്നു കൊണ്ട് മഹാന്മാരാകുന്ന ബദരീങ്ങളുടെ ആ ഇസ്മുകൾ ചൊല്ലണമെന്ന ഒരാഗ്രഹത്തിലേക്ക് നിങ്ങളെ എത്തിച്ചിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിർത്തി തരട്ടെ. ഈ നാടിന് വെളിച്ചം നൽകുന്ന, ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് ഖബറിലേക്ക് വെളിച്ചം നൽകുന്ന, മരിച്ച് ഖബറിലെത്തുമ്പോൾ നമ്മുടെ ഖബറിലും വെളിച്ചം ലഭിക്കുന്ന ഒരു സദസ്സായി അല്ലാഹുവേ ഈ സദസ്സിനെ സ്വീകരിക്കണം റഹ്മാനെ. ഇങ്ങനത്തെ ഒരു സദസ്സിലിരിക്കുമ്പോ
ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നല്ലവരാകുന്ന മുഅ്മിനീങ്ങളോട് ഈ സദസ്സിലൊക്കെ അവർ അദബുകേട് തോന്നിപ്പോവുകയാണ്. സാദാത്തുക്കളുടെ മുമ്പിലാണല്ലോ നിൽക്കുന്നത്. ഒരു ഉപദേശത്തിന്റെ സ്വരം വരുമ്പോ അത് ബഹുമാനപ്പെട്ട സയ്യിദുമാർ, നല്ലവരാകുന്ന മുഅ്മിനീങ്ങൾ, ഉസ്താദുമാർ, കാരണവന്മാർ നിങ്ങളെ ഉപദേശിക്കാണെന്ന് തോന്നിപ്പോകരുത്. അത് എന്നോടുള്ള ഉപദേശം മാത്രമാണ്. അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ സദസ്സിലെ ഒരാളെയും ഉപദേശിക്കാൻ എനിക്ക് യോഗ്യതയില്ല. എന്നെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെ അനൗൺസ് നടത്തിയാലും എൻ്റെ റബ്ബിനറിയാം ഞാൻ യോഗ്യനല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ റബ്ബിലേക്ക് എനിക്കൊന്ന് എത്തിച്ചേരേണ്ടതുണ്ട്. ഒരു പക്ഷേ ഇന്നത്തെ ഈ രാത്രി എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാണെങ്കിലോ എന്നതാണ് ഞാൻ ചിന്തിക്കേണ്ടത്, ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അല്ലാഹു നല്ല മനസ്സ് പ്രദാനം ചെയ്യട്ടെ, നല്ല മനസ്സ് പ്രദാനം ചെയ്യട്ടെ. ചിന്തിക്കാത്തവർക്കും സമയമെത്തിയാൽ മരിക്കേണ്ടി വരും, ആലോചിക്കാത്തവരും മരിക്കേണ്ടി വരും. ഒരു 4 ദിവസം മുമ്പ് സുബഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഞാൻ കേൾക്കുന്നത് നമ്മുടെ അബുവിന്റെ ഭാര്യ മരിച്ചു എന്നാണ്. അള്ളാഹു ആ സഹോദരിക്ക് പുറത്തു കൊടുക്കട്ടെ. കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ഞെട്ടിപ്പോകും. എന്തേ ഉണ്ടായി? ഒന്നും ഉണ്ടായിട്ടില്ല. മറ്റന്നാള് മോളെ നിക്കാഹ് നടക്കുമ്പോ നേരെ തലേ ദിവസം രാത്രി 11 മണി വരെ, മറ്റന്നാളപ്പം നിക്കാഹ് നടക്കല്ലേ മോളെ, അതുകൊണ്ട് തന്നെ ബാപ്പ മരിച്ചു, അബു മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ആ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഈ പെണ്ണാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഉമ്മയാണല്ലോ. ആ ഉമ്മ കുടുംബങ്ങളോട്, ബന്ധുക്കളോട് എത്ര ആളുകൾ ഉണ്ടാവും, എന്താ ഉണ്ടാക്കേണ്ടത്, ചായ എങ്ങനെ കൊടുക്കേണ്ടത് എന്നൊക്കെ ചർച്ച ചെയ്ത് ഒരു 11 മണി കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങിയതാണ്. സുബഹിയുടെ സമയത്ത് സാധാരണ മക്കളെ വിളിച്ചുണർത്താനുള്ള ഉമ്മ ഒരു 40-42 വയസ്സുള്ള പെണ്ണാണ്. ഉണരുന്നില്ല. മക്കൾ ഉണർന്നു കഴിഞ്ഞു. ഉമ്മ എന്താ ഞങ്ങളെ വിളിക്കാതെ പോയി എന്ന് അവർ ചിന്തിച്ചത്. അവർ പോയി നോക്കുമ്പോൾ ഉമ്മ നല്ല ഉറക്കില. വിളിച്ചുണർത്തി നോക്കുമ്പോൾ ഉണരുന്നില്ല. ഡോക്ടറെ കൊണ്ടുവന്നപ്പോൾ 5 മണിക്കൂർ മുമ്പ് മരണം സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ലാഹുവേ, എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. നമുക്കിന്ന് ഉറങ്ങണ്ടേ? നമുക്കിന്ന് രാത്രി ഉറങ്ങണ്ടേ? നാളത്തെ പ്രഭാതം എൻ്റെ കണ്ണിൽ തെളിയുമോ ഇല്ലേ അറിയില്ല. രോഗമായതുകൊണ്ട് മരിക്കുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. 2 വർഷമായി ബോധമില്ലാതെ ഒരേ കിടപ്പിലാണ്. ഉസ്താദെ ദുആ ചെയ്യണമെന്ന എഴുത്തുമായി വഅദിന്റെ സദസ്സിലേക്ക് ഒരു എഴുത്ത് വന്ന് ഞാൻ ഓർക്കുകയാണ്. 2 കൊല്ലം ഒരു ശ്വാസമല്ലാതെ, കണ്ണ് തുറക്കുന്നില്ല, ചുണ്ട് ചലിക്കുന്നില്ല, ഓർമ്മയില്ല, ബോധമില്ലാതെ കിടക്കുക. എന്താ മരിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമാണ്, സമയം ആയിട്ടില്ല. മരിക്കണം എന്നുണ്ടെങ്കിൽ രോഗം വേണ്ട, പ്രായം വേണ്ട, ഒന്നേ ആവശ്യമുള്ളൂ, സമയം ആയാൽ മാത്രം മതി. ഇനിയുള്ള കാലം കാണാൻ പോകുന്നത്, ഖിയാമത്ത് നാളിലേക്ക് അടുത്തു നിൽക്കുമ്പോൾ കാണുന്നത് അധികരിച്ച പെട്ടെന്നുള്ള ധാരാളം മരണമായിരിക്കുമെന്ന് ആരംഭ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇന്ന് വഅദ് കേൾക്കാനുള്ളതാണ്. ഇന്നത്തെ വഅദ് കേൾക്കാനല്ല, പറയാനല്ല. ഇതെന്തിനുള്ളതാണ്? എൻ്റെ കൽബിന് ചിന്തിക്കാനുള്ളതാണ്. ഓരോരുത്തരും ശ്രദ്ധിച്ചോ. ഇന്നത്തെ ഈ സദസ്സിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, എൻ്റെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ആരാണ്? ആരോടാണ് എൻ്റെ ഹൃദയത്തിന് താല്പര്യമുള്ളത്? ആരെയാണ് ഞാൻ ബഹുമാനിക്കുന്നത്? മനസ്സ് ഒന്ന് തുറന്നുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. കളങ്കമില്ലാതെ ചിലതൊക്കെ സമ്മതിക്കണം. കാപ്പട്യത്തിന്റെ ആവശ്യം ഈ വേദിയിലില്ല. ഈ പരിശുദ്ധമായ നൂറുൽ ഹുദ എന്ന മദ്രസ, ഹിദായത്തിന്റെ പരിശുദ്ധ പ്രഭ പരത്തുന്ന ഈ കേന്ദ്രം, മജ്ലിസുൻ നൂർ എന്ന ഈ പ്രകാശത്തിന്റെ സദസ്സ്, ഈ പരിശുദ്ധമായ ബദരീങ്ങളൊക്കെ വന്നിരിക്കുന്ന മശായിഖുമാര് നിറഞ്ഞു നിൽക്കുന്ന, മലായികത്ത് നിറഞ്ഞു നിൽക്കുന്ന, സ്വാലിഹീങ്ങളാകുന്ന, ഔലിയാക്കളാകുന്ന ജിന്നുകൾ നിറഞ്ഞു നിൽക്കുന്ന, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സിൽ ഒരു കാപ്പട്യത്തിന്റെ ആവശ്യമില്ല. കളങ്കമില്ലാത്ത മനസ്സുകൊണ്ടൊന്ന് തുറന്നു പറ, നമ്മുടെ ഹൃദയത്തിൽ ആരോടാണ് ബഹുമാനം? നാട്ടിലെ വലിയ മുതലാളിമാരോടാണ്. സിനിമാ ലോകത്തുള്ള വലിയ താരങ്ങളൊക്കെ അവർ വലിയ ആദരണീയരാണ് എന്ന് തോന്നിപ്പോകുന്നുണ്ടോ? ബിസിനസ് ലോകത്തുള്ള ആളുകൾ, അധികാരത്തിലിരിക്കുന്ന ആളുകൾ, ഭൗതിക ലോകത്തുള്ളവർ, അവരൊക്കെ വലിയവരാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ?
50,000 പോലീസുകാരന്റെ അകമ്പടിയോടെ ഇന്ത്യ രാജ്യം സന്ദർശിക്കാൻ വന്ന അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തെ വലിയ VVIP ആണ് എന്ന് തോന്നിപ്പോകുന്നുണ്ടോ? ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ദുനിയാവിൽ വല്ലതും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞാലും നാളെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ കൈ പിടിക്കാൻ ഒരു വാർഡ് മെമ്പർക്ക് കഴിയൂല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് കഴിയൂല, ഒരു മണ്ഡലം MLAക്ക് കഴിയൂല, ഒരു ജില്ലാ കലക്ടർക്ക് കഴിയൂല, ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കഴിയില്ല, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് കഴിയില്ല. അവിടെയാണ് എന്റെ കൈപ്പിടിക്കാൻ അധികാരമുള്ള പരമാധികാരികൾ. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും അടക്കമുള്ള മഹാരഥന്മാരാകുന്ന ബദരീങ്ങൾ. അവരോട് എനിക്ക് ബന്ധമില്ല എന്നോ, നാളെ പരലോകത്ത് എന്നെ രക്ഷപ്പെടുത്താൻ, എന്നെ കൈപ്പിടിക്കാൻ അധികാരമുള്ള ആളുകളുമായി ഒരു ബന്ധവും എനിക്കില്ലാതെ പോവുകയോ? എന്നാൽ ഈ സദസ്സിൽ നിന്ന് ഞാൻ പറയുന്നത്, എന്നെ ഉപദേശിക്കുന്നത്, മുഅ്മിനീങ്ങളെ നിങ്ങളെ ഞാൻ ഉണർത്തുന്നത് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് മരിക്കുന്നവരോടല്ല. ഒരു പക്ഷേ ഇന്നത്തെ ദിവസം മരിക്കേണ്ടി വരികയാണെങ്കിലോ, ഒരു പക്ഷേ ഈ സദസ്സ് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ സദസ്സാണെങ്കിലോ, ഇനിയൊരു സദസ്സ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഓർക്കുകയാണ് അബ്ദുൽ വാഹിദ് എന്നൊരു ചെറുപ്പക്കാരൻ. അബ്ദുൽ വാഹിദ് എന്നൊരു ചെറുപ്പക്കാരൻ സമസ്തക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ബഹുമാനപ്പെട്ട മജ്ലിസുൻ നൂറിന്റെ സദസ്സിലൊക്കെ ആ ചെറുപ്പക്കാരൻ എന്തൊന്നില്ലാത്ത റാഹത്തുള്ള ഖിദ്മത്താണ് ആ കുട്ടി ചെയ്യാറുള്ളത്. വിവാഹം പോലും കഴിച്ചിട്ടില്ലാത്ത ചെറുപ്പക്കാരൻ. ജേട്ടന്മാരൊക്കെ ഗൾഫിലാണ്, നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ്. ബാപ്പയും നല്ല ശേഷിയുള്ള നല്ല ഒരു പിതാവാണ്. ആ ഉമ്മയും ഒക്കെ ഒരു നല്ല ദീനി കുടുംബവുമാണ്. ഒരു റമദാൻ അവസാനത്തെ 10 മജ്ലിസുൻ നൂറിന്റെ സദസ്സിലേക്ക് ഞാൻ ചെല്ലുമ്പോ ആയിരക്കണക്കിന് ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ എല്ലാവരെക്കാളും ഉത്സാഹത്തോടെ ബദരീങ്ങളുടെ ഒരു ഖാദിമായി ഓടി നടക്കുന്ന അബ്ദുൽ വാഹിദ്, ആ മുഖം ഞാൻ ഇപ്പോഴും മനസ്സിൽ കാണാം. അവസാനത്തെ 10ലാണ് ഞാൻ ഇത് കാണുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, റമദാൻ അങ്ങ് കഴിഞ്ഞു. പിന്നെ പെരുന്നാൾ ദിവസം, ചെറിയ പെരുന്നാളാണ്. ചെറിയ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് എല്ലാവരും പിരിയാനിരിക്കുമ്പോ അബ്ദുൽ വാഹിദ് ആ പള്ളിയുടെ മിഹ്റാബിന് സമീപം, അഥവാ 1-ാം സഫിന്റെ ആ ഭാഗത്ത് പോയിട്ട് ഒന്ന് തെക്ക് വടക്കായിട്ട് ഇങ്ങനെ കിടന്നു. അപ്പൊ ഈ നേരത്തെ എന്താ വാഹിദ ഇവിടെ വന്ന് കിടക്കുന്നത് എന്ന് സ്വാഭാവിക ചോദ്യം ചോദിച്ചപ്പോ നാട്ടുകാരോട് പ്രിയപ്പെട്ട വാഹിദ് ഒരു തമാശയുടെ സ്വരത്തിൽ പറഞ്ഞു, ഇവിടെ കിടന്നാലും കിടന്നില്ലെങ്കിലും നമ്മളെ ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്ന് കിടത്തൂലേ, മയ്യത്ത് കൊണ്ടുവന്ന് കിടന്ന സ്ഥലം ഇതാണല്ലോ എന്ന് പറഞ്ഞു. അതും ഒരു തമാശയായിട്ടേ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട അബ്ദുൽ വാഹിദ് പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ അവൻ വീട്ടിലേക്ക് പോകുന്നതിന് പകരം പള്ളിപ്പറമ്പിലേക്ക് പോയി. സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചു മരിച്ചുപോയ, പള്ളിക്ക് വേണ്ടി മദ്രസക്ക് വേണ്ടി പാണക്കാട് സാദാത്തുക്കൾ, സമസ്തയുടെ ഉലമാക്കൾ, അള്ളാഹുവിന്റെ ദീനി പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ സഹായികളായി കടന്നുപോയ ആളുകളൊക്കെ കവർങ്ങ് പോയിട്ട് അബ്ദുൽ വാഹിദ് സലാം പറഞ്ഞ് ഫാത്തിഹ ഓതാണ്. അപ്പോഴും ജനങ്ങൾ എത്രേ മനസ്സിലാക്കുന്നുള്ളൂ, അതൊരു സമസ്തന്റെ പ്രവർത്തകനാകുമ്പോ, SKSSFന്റെ പ്രവർത്തകനാകുമ്പോ, പെരുന്നാൾ ദിവസമൊക്കെ ആകുമ്പോ സന്തോഷമാണല്ലോ സമസ്തയിൽ നിന്ന് മരിച്ചുപോയ ആൾക്കാരെ കബറിങ്ങ് പോയിട്ടൊന്ന് സലാം പറയാന്നുള്ളത്. ആ സന്തോഷം അബ്ദുൽ വാഹിദ് നിർവഹിക്കുക എന്നുള്ളതാണ്. 2 ദിവസം കഴിയുമ്പോ പ്രിയപ്പെട്ട അബ്ദുൽ വാഹിദിന് ഒരു പനി വന്നു. ആ പ്രിയപ്പെട്ട പൊന്നഞ്ചൻ ലോകത്തോട് അങ്ങ് വിട പറഞ്ഞു പോയി. അല്ലാഹുവേ, ആ കുട്ടിക്ക് സ്വർഗം നൽകണം റഹ്മാനെ, പുറത്തു കൊടുക്കണം റഹ്മാനെ. 40-ാമത്തെ ദിവസം, മരണത്തിന്റെ 40-ാം ദിവസം ആ ബാപ്പ എന്നെ വിളിച്ചു, ഉസ്താദ് നിങ്ങൾ എന്തായാലും ഒന്ന് വീട്ടിൽ വരണം, ഇന്ന് വാഹിദിന്റെ 40-ാണ്. ഞാൻ ചെന്നു. ആ നാട്ടുകാർ മുഴുവനും ആ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ട വാഹിദിന് വേണ്ടി ഖബറിലേക്ക് ആ മഹല്ലത്തിലെ ജനങ്ങൾ അന്ന് കൊടുത്തയച്ച സമ്മാനം മജ്ലിസുൻ നൂറായിരുന്നു. ആ ഉമ്മ എന്നോട് കരഞ്ഞുകൊണ്ടു പറഞ്ഞത്, എന്റെ മോൻ മരിച്ചു, ആരും മരിക്കും, സമയത്താ മരിക്കുമല്ലോ, ഞാൻ സമാധാനിക്കുന്നു. എനിക്കൊരു സന്തോഷമുള്ളത് വാഹിദിന്റെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോ മജ്ലിസുൻ നൂറിന്റെ ഏടുകളാണ് കാണുക, മജ്ലിസുൻ നൂറിന്റെ കലണ്ടറാണ് കാണുക, സമസ്തയുടെ പതാകയാണ് കാണുക. ഇതിലാണ് എനിക്ക് സന്തോഷം. ഈ ഒരു മനസ്സിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുപോയതാരാണ്?
ഈ ഒരു നന്മയിലേക്ക് ആരാണ് കൊണ്ടുപോയത്? ചെറുപ്പക്കാർ മൊബൈലിലൂടെ വിനോദത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലം, ചെറുപ്പക്കാരെ സമയം മുഴുവനും കായിക ലോകത്ത് മാത്രം തളച്ചിടുന്ന ലോകം, രാത്രി 1 മണിക്ക് 2 മണിക്ക് 3 മണിക്കൊക്കെ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് കളി നടക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാർ മുഴുവനും ആ കളിയുടെ പിന്നാലെയാണ്. ആ തരത്തിലുള്ള ലോകത്താണ് ഇന്ന് ഈ ചെറുപ്പക്കാരാകുന്ന ആളുകൾ പ്രിയപ്പെട്ട ബദരീങ്ങളെ ഇസ്മുകൾ ചൊല്ലാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. ഈ സദസ്സിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ എല്ലാവരോടുമായി ഉണർത്തുന്നത്, എന്നെ ഉപദേശിക്കുന്നത്, ഈ ലോകത്തോട് എനിക്ക് മരിച്ചു വിട പറയേണ്ടി വരും. നാളെ പരലോകത്തേക്ക് ഞാൻ പ്രവേശിക്കുക തന്നെ ചെയ്യും. ആ സമയത്ത് എനിക്ക് രക്ഷ കിട്ടണം എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. ഇത് കേട്ടുപോയാൽ പോരാ, ഇത് പറഞ്ഞു പോയാൽ പോരാ, ഇത് ഖൽബിലേക്ക് കടന്നു വരണം. മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലായ കലിമത്ത് ഉച്ചരിക്കാൻ കഴിയണം. സ്വാലിഹീങ്ങൾ വിട പറഞ്ഞതുപോലെ നമുക്കും വിട പറയണം. മഹാനാകുന്ന ശംസുൽ ഉലമാഇ റഹിമഹുള്ള വിട പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനേക്കാൾ മഹത്വമുള്ള ഒരു കലിമത്ത് വേറെയില്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അഫ്ളലു മാ ഖുൽതു, ഞാൻ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്, വന്നബിയൂന മിൻ ഖബലി, എന്റെ മുമ്പ് വന്ന എല്ലാ നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിനേക്കാൾ മഹത്തുള്ളൊരു വാക്കില്ല. ആ വാക്ക് ലോകത്തോട് വിട പറയുമ്പോൾ നമുക്ക് പറയണം. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു സത്യം തുറന്നു പറയട്ടെ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ തന്നെ പേരിൽ മുസ്ലിമാണ്. നമ്മുടെ വേഷമൊക്കെ ഇസ്ലാമിന്റെ വേഷമാണ്. നാം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളൊക്കെ ഇസ്ലാമിന്റെ കർമ്മങ്ങളാണ്. ഇതൊക്കെ സമ്മതിക്കുമ്പോൾ തന്നെ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ ആർക്കാണ് കഴിയുക എന്നത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഹൃദയത്തിനകത്തൊരു വെളിച്ചം വരാനുണ്ട്. ശ്രദ്ധിക്കുക, ഹൃദയത്തിനകത്തൊരു വെളിച്ചം വരാനുണ്ട്. ആ വെളിച്ചം മനസ്സിലേക്ക് വരാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയില്ല. ആ വെളിച്ചം എവിടുന്ന് വരേണ്ട വെളിച്ചമാ? അത് മദീനയിൽ നിന്ന് വരേണ്ട വെളിച്ചം തന്നെയാണ്. ആ വെളിച്ചത്തിന് അല്ലാഹു നൽകിയ പേര് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വെളിച്ചത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ആ പ്രകാശത്തിന്റെ, ആ നൂറിന്റെ പേരതാണ് മജ്ലിസുൻ നൂർ എന്ന. ഈ നൂറിന്റെ മജ്ലിസിൽ ഈ നൂർ ഏതാണ്? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വെളിച്ചത്തെ പറ്റി പറഞ്ഞാൽ തീരൂല. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ വെളിച്ചമാണ് സൃഷ്ടിച്ചത് എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുകയാ, അല്ലാഹു ആദ്യമായി പടച്ചത് ഏതാണ്? സ്വർഗമല്ല, നരകമല്ല, ആകാശമല്ല, ഭൂമിയല്ല, വെള്ളമല്ല, വായുവല്ല, ഒന്നുമല്ല. ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു സംവിധാനിച്ചു വെച്ച ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തിന്റെ പേര് വസമ്മാഹു മുഹമ്മദ. ആ വെളിച്ചത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ വെളിച്ചത്തെ, മുത്തുനബിയുടെ ആ പ്രകാശത്തെ പടച്ചിട്ടല്ലാതെ അല്ലാഹു വേറെ ഒന്നിനെയും പടച്ചിട്ടില്ല. ആ വെളിച്ചം നമ്മുടെ കൽബിലേക്ക് വരണം. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണം ആ വെളിച്ചം കൽബിലുണ്ടായത് കൊണ്ട് തന്നെയാ എല്ലാ നബിമാരും രക്ഷപ്പെട്ടിട്ടുള്ളത്. നൂറ് മുഹമ്മദ് എന്ന വെളിച്ചം കൽബിലേക്ക് വന്നതുകൊണ്ടാ എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും ആരിഫീങ്ങളും സ്വാലിഹീങ്ങളും മുസ്തഫായ നബി തങ്ങളുടെ ആ നൂറ് കൽബിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് തന്നെയാ അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, നാം ഒരു പ്രധാനമന്ത്രിയുടെ അടിമയല്ല, ഒരു മുഖ്യമന്ത്രിയുടെയും അടിമയല്ല.
ലോകത്തുള്ള ഒരു അധികാരിയുടെയും അടിമയല്ല. എന്റെ ഉടമക്കാരൻ ആരാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത. ആ റബ്ബിന്റെ അടിമയാണ് ഞാൻ എങ്കിൽ എന്റെ കൽബിൽ നിന്ന് ഉയരേണ്ട ഒരു നിലപാടുണ്ട്. മാഫി ഖൽബി ഗൈറുല്ലാഹ്. എന്റെ ഉടമയല്ലാതെ, എന്റെ റബ്ബല്ലാതെ, എന്റെ ഖാലിഖല്ലാതെ, എന്റെ റാസിഖല്ലാതെ എന്റെ കൽബിൽ ഒരാളുമില്ല. മാഫി ഖൽബി ഗൈറുല്ലാഹ്. ആ ഒരു ചിന്ത എന്റെ കൽബിലേക്കട്ട് വരണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു വെളിച്ചമെത്തണം. ആ വെളിച്ചത്തിന്റെ പേരെന്താണ്? നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വെളിച്ചം എത്തിയവർക്ക് അൽഹംദുലില്ലാ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാം. ഇതാണ് കുട്ടിക്കാലത്ത് ഉമ്മ നമുക്ക് പാടിത്തന്നത്. മുലപ്പാല് കുടിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ തൊട്ടിലിട്ടുകൊണ്ട് താരാട്ട് പാടുന്ന സമയത്ത് വരെ എന്റെ ഉമ്മ ചൊല്ലിത്തന്നത് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ പാട്ടിന്റെ അർത്ഥമാണ് മജ്ലിസുന്നൂർ. ആ പാട്ടിന്റെ ലക്ഷ്യമാണ് മജ്ലിസുന്നൂർ. ആ ലക്ഷ്യത്തിലേക്ക് ആ പാണക്കാട് തങ്ങൾ നമ്മെ വിളിച്ചിട്ടുള്ളത്. ആ ലക്ഷ്യമാണ് നമ്മുടെ കൽബിലേക്ക് തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് ലാഭമാണ്, ഇത് നഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് മനുഷ്യരൊക്കെ ഇതിന്റെ പിന്നാലെ തന്നെ നടക്കുന്നത്. അബൂദാബിയിൽ ഒരു മജ്ലിസുന്നൂറിന്റെ സദസ്സിൽ ചെല്ലുമ്പോ 1600 കസേരകൾ നിരത്താൻ പാകമുള്ള ഒരു വലിയ ഓഡിറ്റോറിയം 1600 കസേര നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് അബൂദാബിയിൽ. എല്ലാ മാസത്തിലും അബൂദാബിയിലും ദുബൈയിലും ഒക്കെ. ഇന്ന് ഇപ്പോൾ എന്നെ റാസുൽ ഖൈമയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഇന്ന് ഞങ്ങളെ വാർഷിക സദസ്സാണ് എന്ന് പറഞ്ഞു. അല്ലാഹു അവർക്കൊക്കെ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അവർ വിളിച്ചു പറയുന്നത് ഇങ്ങനത്തെ മുഅ്മിനീങ്ങൾ ആമീൻ പറയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നെ വിളിച്ചു പറയുന്നത്. അല്ലാഹു അവരുടെ ജീവിതത്തിലും ജോലിയിലൊക്കെ അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. മക്കയിൽ തന്നെ പരിശുദ്ധ ഹറമിന്റെ പരിധിയിൽ 10 സ്ഥലത്ത് മജ്ലിസുന്നൂറിന്റെ സദസ്സ് നടക്കുക. ഇന്ന് അൽഹംദുലില്ലാ മാസത്തിൽ ചുരുങ്ങിയത് 6000 സദസ്സുകൾ നടക്കുകയാണ്. മുഹറം മാസത്തിൽ നാം കണ്ടു ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മമ്പറം തങ്ങളെ ഉറൂസിന്റെ 1ാമത്തെ ദിവസം മമ്പർത്തോര ഹളറത്തിൽ 1000 ഒരുമിച്ച് കൂടിയിട്ട് അവർ ചൊല്ലുന്നത് മജ്ലിസുന്നൂർ തന്നെയാണ്. മഹാനാകുന്ന ശൈഖുനാ തിരുപ്പഞ്ചി ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ ഉറൂസ് നടക്കാൻ പോവുകയാണ്. അവിടുത്തെയും പ്രധാനപ്പെട്ട ഒരു പരിപാടി മജ്ലിസുന്നൂറിന്റെ സദസ്സ. ഇൻഷാ അല്ലാഹ് ജനുവരി മാസം 5-ാം തീയതി വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാഴാഴ്ച അസ്തമിച്ചു കഴിഞ്ഞാൽ 10,000 ഒരുമിച്ച് കൂടിയിട്ട് എവിടൊക്കെയാണോ മജ്ലിസുന്നൂർ നടക്കുന്നത് ആ ഭാഗത്തൊക്കെ ആളുകൾ വന്നു ചേർന്ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മജ്ലിസുന്നൂർ ചൊല്ലും ഇൻഷാ അല്ലാഹ് പട്ടിക്കാട് കോളേജിന്റെ ആ വിശാലമായ മൈതാനിയിൽ. എന്താണിത്? മുമ്പൊക്കെ വെറുതെ മനുഷ്യന്മാര് ചിന്തിക്കാതെ പറയുന്നൊരു വാക്കുണ്ട്, വെള്ളത്തിനൊന്നും ആളെ കിട്ടൂല, ഗാനമേളക്കാണെങ്കിൽ ആളെ കിട്ടുന്നു അല്ലേ? അത് ചിന്തിക്കാതെ പറഞ്ഞതാ. ഗാനമേളയാണെങ്കിലും എല്ലാ മാസവും ഗാനമേള നടത്താൻ ആളെ കിട്ടുന്നില്ല. ഇല്ല, ഇടക്കൊക്കെ ആളെ കിട്ടും. എല്ലാ മാസവും നടക്കുന്ന ഗാനമേളക്ക് ആളെ കിട്ടൂല. എന്നാൽ 950 ആളുകൾ ചുരുങ്ങിയത് എല്ലാ മാസവും എന്റെ മഹല്ലത്തിലെ മജ്ലിസുന്നൂരിൽ 3 കൊല്ലമായി സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അനൗൺസ് ഇല്ല, നോട്ടീസില്ല, പ്രചരണമില്ല, ഒന്നുമില്ല. അത് മുഅ്മിനീങ്ങളെ സ്വഭാവമായി മാറി എല്ലാ ഭാഗത്തും. അങ്ങനത്തെ ഒരു മജ്ലിസുന്നൂർ എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി മരിക്കാൻ തന്നെയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ സദസ്സിൽ വന്നാൽ അത് കിട്ടും. ഈ സദസ്സിൽ വന്നാൽ അത് കിട്ടും, കിട്ടണം. ഇന്നത്തെ ഈ സദസ്സിൽ എന്റെ സംസാരം കൊണ്ട് നിങ്ങൾ നന്നാകൂല. അത് നിങ്ങളെ കുഴപ്പമല്ല, പറയുന്ന ആളെ കുഴപ്പമാണ്. കണ്ണിയത്ത് ഉസ്താദ് റഹിമഹുള്ള വഅദ് പറഞ്ഞ നിങ്ങൾ നന്നാകും, കാരണം പറയാൻ പറ്റിയ ആളെ മൂപ്പര്. അതേസമയം ഞാൻ പറഞ്ഞു നിങ്ങൾ നന്നാകൂല. അതേ സമയത്ത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്ന് മാത്രം മഹാരഥന്മാർ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സദസ്സിൽ നിന്നുകൊണ്ട് നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞാൽ, ഉദാഹരണമായി ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും ബദരീങ്ങളെ പേരുകൾ ചെല്ലുമെന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹു തൗഫീഖ് തരട്ടെ.
നേരല്ല എന്ന് റബ്ബിനോട് പറയാൻ പറ്റുമോ? ഈ നേരല്ല എന്ന് പറയുന്ന ആൾക്കാരും നേരം വെളുത്താ പിന്നെ ഒരു വട്ടം വായിക്കുന്നത് ചുരുങ്ങിയത് കൊലപാതകം നടത്തിയ ആൾക്കാരെ പേര് വായിക്കണം, മോഷണം നടത്തുന്ന ആൾക്കാരെ പേര് വായിക്കാണ്, ബലാത്സംഗം ചെയ്ത എല്ലാ തെമ്മാടികളെയും പേര് വായിക്കാണ്, അഴിമതിക്കാരന്റെ പേര് വായിക്കാണ്, സർവ്വ തോന്നിവാസികളെ പേര് വായിക്കാനും നേരണ്ട്. അബൂബക്കറിന് ഉമർ, ഉസ്മാനു, സുമ്മ ഹൈദറു, നസ്ലുൽ ഔഫിൻ ആമിറു വ തുൽഹത്തു ബിൻ ഉബൈദില്ല, സ്വർഗ്ഗത്തിലുള്ള മഹാന്മാരെ പേര് വായിക്കാൻ എനിക്ക് നേരല്ലാന്ന് ഈമാൻ പറയോ? മുഅ്മിനീങ്ങൾ പറയോ? അതുകൊണ്ട് 24 മണിക്കൂർ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 10 മിനിറ്റ് ബദരീങ്ങളെ പേരുകൾ ചൊല്ലാൻ ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകളും എന്നും മാറ്റിവെക്കാൻ തയ്യാറാവണം എന്ന് ഞാൻ ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ബദരീങ്ങളെ ഇസ്മുകൾ എന്നും ചൊല്ലുന്നവരാണെങ്കിൽ, ബദരീങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ആ ബദരീങ്ങളോട് നല്ല ബഹുമാനത്തോടെയുള്ള ബന്ധം നിലനിർത്തുന്നവരാണെങ്കിലും, നീ ഏത് ലോകത്ത് വെച്ച് മരിക്കുകയാണെങ്കിലും, കപ്പലിൽ വെച്ച് മരണപ്പെടുകയാണെങ്കിലും, വിമാനത്തിൽ വെച്ച് മരണപ്പെടുകയാണെങ്കിലും, വാഹനത്തിലിരുന്ന് മരണപ്പെടുകയാണെങ്കിലും, ഒരാൾക്കും പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു റൂമിനകത്ത് നീ ICUയിൽ വെന്റിലേറ്ററിൽ വെച്ച് മരണപ്പെടുകയാണെങ്കിലും നീ ഭയപ്പെടേണ്ടതില്ല. നിന്റെ അയൽവാസികൾ സമീപത്തില്ല എന്നേ ഉള്ളൂ, നിന്റെ മക്കൾ സമീപത്തില്ല എന്നേ ഉള്ളൂ. നിന്റെ സമീപത്ത് ബദരീങ്ങൾ വന്നു നിൽക്കും. എല്ലാ ദിവസവും നമ്മുടെ പേര് ചൊല്ലുന്ന ആളാ, എല്ലാ ദിവസവും നമ്മുടെ പേരിൽ ഫാത്തിഹ ഓതുന്ന ആളാ. ദുനിയാവിൽ നിന്ന് വിട പറയാൻ പോകുന്നത് അദ്ദേഹത്തെ ഒന്ന് സ്വർഗത്തിലേക്കൊന്ന് ആനയിച്ചു കൊണ്ടുവരാന്, ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്കൊന്ന് കൊണ്ടുവരാന് നാം ഒന്നിച്ചു പോവുകയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ബദരീങ്ങളെല്ലാവരും ഇതാ മഹാന്മാരാകുന്ന ബദരീങ്ങളെ പേര് ചൊല്ലുന്ന, ബദരീങ്ങളെ സ്നേഹിക്കുന്ന ആളെ മുമ്പിലേക്ക് കടന്നു വരുന്നു. അവരെ മുമ്പിൽ വെച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് നല്ല റാഹത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ചൊല്ലി മരിക്കാൻ കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകുന്നതിനേക്കാൾ ലാഭം അതല്ലേ ലാഭം. അല്ലാഹുവേ, ഞങ്ങളെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള സമയം റൂഹ് വിട പറയുന്ന സമയമാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഞങ്ങൾ മരണപ്പെടുന്ന ദിവസമാക്കി തരണം റഹ്മാനെ. ആ ഒരു ചിന്ത വേണം എല്ലാവർക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെങ്കിൽ ബദരീങ്ങളൊന്ന് വരണം. ബദരീങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ, മഹാന്മാരെ സാന്നിധ്യം ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ പിന്നെ മറ്റേ ആള് വരും. ആര്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ ബാപ്പയുടെ കോലത്തിൽ വരും, ഉമ്മയുടെ കോലത്തിൽ വരും, മരിച്ചുപോയ ആളുകളെ വേഷത്തിൽ വരും. ദാഹിച്ചു വലയുന്നവർക്ക് വെള്ളവുമായിട്ടാണ് അവൻ വരിക. അവന്റെ വെള്ളപാത്രം കാണുമ്പോൾ ഖബറിൽ നിന്ന് ബാപ്പ കൊണ്ടുവരുന്ന വെള്ളമല്ലേ, ആ വെള്ളത്തിന് വേണ്ടി കൈനീട്ടുമ്പോൾ ഇസ്ലാമിൽ നിന്ന് മാറി നിൽക്കാനായിരിക്കും അവൻ ഉപദേശിക്കുക. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഈമാൻ വലിച്ചെറിയേണ്ട ഗതികേട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബദരീങ്ങൾ വന്നാൽ ആ ഭാഗത്തേക്ക് പിന്നെ പിശാച് വരൂല. അതുകൊണ്ട് ആ ബദരീങ്ങളെ നമുക്ക് പാണക്കാട് തങ്ങൾ പറഞ്ഞു തന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി മരിക്കാൻ തന്നെയാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അവസാനിപ്പിക്കുകയാ രണ്ടാമത് ഈ സദസ്സിലുള്ള എല്ലാ നല്ലവരാകുന്ന മുഅ്മിനീങ്ങളോടും ഒന്നുമല്ലാത്ത പാവപ്പെട്ട എനിക്ക് ഉണർത്താനുള്ളത്, എന്നെ എനിക്ക് ഉപദേശിക്കാനുള്ളത്, ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന ചിന്തയല്ലാതെ മറ്റൊന്ന് ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട. എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി ആയിരിക്കേണ്ടതുണ്ട്. ആ ഒരു ചിന്തയോടെ ജീവിക്കണമെന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഉണർത്തുമ്പോൾ, ഒരു പക്ഷേ ഇന്നും മദ്രസയുടെ മുറ്റത്തുള്ള കസേരയിൽ ഇരിക്കുന്നവരാ, മുഅ്മിനീങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നവരാ, ഇന്ന് ഈ സദസ്സിൽ വന്ന് ഇരിക്കുന്ന ഒരാളാണ് നാളെ ഈ സമയത്ത് ഖബറിൽ പോയി കിടക്കേണ്ടവനാണെങ്കിലോ. അതുകൊണ്ട് ആ ഖബറിലേക്ക് അങ്ങ് കടന്നു ചെല്ലുമ്പോ അവിടെ രക്ഷ കിട്ടാൻ എന്താണ് വഴി? ഈ പറയുന്നത് കേട്ടേ പറ്റൂ. ബദരീങ്ങൾ ഇസ്മു ഒരു ദിവസം ഒരു വട്ടം ചെല്ലാന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മുടെ മനസ്സെത്തിയിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. കുട്ടികളെ മൊബൈലൊക്കെ ബദർ ബൈത്തുണ്ട്.
എല്ലാവരുടെ മൊബൈലിലുണ്ട്, എല്ലാവരുടെ വീടുകളും ഏടുണ്ട്. ഒരു 10 മിനിറ്റ് മതി, ഏതെങ്കിലും ഒരു 10 മിനിറ്റ്. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് തരട്ടെ. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് സൂറത്തുൽ മുൽക്ക്, ഏറ്റവും വലിയ അധികാരമുള്ള സൂറത്താണ്. 30 ആയത്ത് അഥവാ 1.5 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ സൂറത്ത്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു ചെറിയ സൂറത്ത്. ഒരു രാത്രിയിൽ ഒരു തവണ ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഇല്ല, പിന്നെ അവന് ഖബറിൽ ശിക്ഷയില്ല. ബേജാറാകെ വേണ്ട ആ വിഷയത്തിൽ. സൂറത്തുൽ മുൽക്ക് ഒരു ദിവസം ഒരു തവണ പാരായണം ചെയ്യുന്നവരാണോ ഒരിക്കലും പിന്നെ ഖബറിൽ അവന് ശിക്ഷ വരുന്നില്ല. ആ സൂറത്ത് തബാറക എന്ന് പറയുന്ന സൂറത്ത് അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യും. അല്ലാഹുവേ, ഈ ആളെ നീ ശിക്ഷിക്കാൻ പാടില്ല, കാരണം ഇദ്ദേഹം എന്നെ കൃത്യമായി എന്നും പാരായണം ചെയ്തവനാണ്. തബാറക സൂറത്തിന്റെ ശഫാഅത്തിന്റെ മുമ്പിൽ ഏതൊരാളെയും അല്ലാഹു അദാബിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രാത്രി ഒന്ന് കടയിൽ നിന്ന് വന്ന്, ജോലി കഴിഞ്ഞ് വന്ന്, ടൗണിൽ നിന്ന് വന്ന്, യാത്ര കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ചിട്ട് കിടക്കാൻ സമയത്ത് ഇന്നത്തെ വാർത്തകൾ ആ ബ്രീഫെങ്കിലും ഒന്ന് അറിയാൻ വേണ്ടി അല്ലേ ഒന്ന് ചാനൽ തുറക്കുന്നവരാ നമ്മള്. ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നവരാ. ഒരു 2 മിനിറ്റ് തബാറക സൂറത്ത് ഓതാൻ ഈ മജ്ലിസ് നൂറിന്റെ വാർഷിക സദസ്സ് അതിന് ഉപയോഗപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നത്. തബാറക സൂറത്ത് പതിവാക്കാത്ത ദിവസം മരിക്കുന്നത് വരെ ഇനി നമുക്ക് വേണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ തബാറക പതിവാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ 2 കാര്യം ഇവിടെ ഉണർത്തി ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ബദരീങ്ങളെ ഇസ്മുകളാണല്ലോ ചെല്ലാൻ പോകുന്നത്. ഈ സമയത്ത് നമ്മുടെ ലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മൂന്നാമതായി ജീവിക്കുന്ന ദുനിയാവിലാണ്. ലക്ഷ്യം ആഖിറമാണെങ്കിലും ജീവിക്കുന്നത് ദുനിയാവിലാണ്. കാലമാണെങ്കിലോ അവസാന കാലമാണ്. പരീക്ഷണങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലോണം നൽകും, നല്ല പരീക്ഷണം നൽകും. പക്ഷേ ഏതു പരീക്ഷണം, അത് സാമ്പത്തിക പരീക്ഷണമാവട്ടെ, മാനസിക പരീക്ഷണമാവട്ടെ, ഇനി നല്ല ശാരീരികമായ രോഗങ്ങളിലൂടെ വരുന്ന പരീക്ഷണമാവട്ടെ, ഏതു പരീക്ഷണമാണെങ്കിലും അതിൽ രക്ഷപ്പെടാനുള്ള, അത് അതിജയിക്കാനുള്ള, ആ പരീക്ഷണം കൊണ്ട് വിജയിക്കാനുള്ള ഒരു വഴി ഈ സദസ്സിൽ നമ്മൾ കണ്ടെത്തണം. രോഗം വന്നതിൽ പരിതപിക്കേണ്ട. അയ്യൂബ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു രോഗം കൊടുത്തില്ലേ? മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിഹ്റാബിലേക്കൊന്ന് നടന്നു പോകാൻ പോലും കഴിയാത്ത വിധത്തിൽ വെട്ടിപ്പനിക്കുന്ന പനി വന്നില്ലേ? രോഗത്തിൽ പ്രയാസപ്പെടുന്നും വേണ്ട. പക്ഷേ അള്ളാഹു നമുക്ക് തന്ന രോഗം, ആ രോഗം കാരണം സ്വർഗം കിട്ടുകയാണെങ്കിൽ, ദോഷം പൊറുക്കുകയാണെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ലതാണത്. പക്ഷേ ആ രോഗത്തിൽ ക്ഷമിക്കാൻ കഴിയണം. അപ്പൊ രോഗം ഒരു നിഅ്മത്തായി വരണമെങ്കിൽ ക്ഷമിക്കാനുള്ള മനസ്സ് വേണം. സാമ്പത്തിക പ്രയാസം വന്നാലും അങ്ങനെ തന്നെയാ. ഒപ്പം നടക്കുന്ന, കൂടെ നടക്കുന്ന ആളുകളിൽ നിന്ന് വരെ നമുക്ക് ശത്രുത വരും. ഒപ്പം നടക്കുന്ന ആളായിരിക്കും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ശത്രുതയായിരിക്കും. ഹാസിദീങ്ങൾ ഉണ്ടാകും, ഒരുപാട് ഹാസിദീങ്ങൾ, ഒരുപാട് പീഡനങ്ങൾ മാനസികമായി സഹിക്കേണ്ടി വരും. എന്തൊക്കെ ആഫത്ത് മുസീബത്തുകൾ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ജീവിക്കുമ്പോൾ നമുക്ക് വരികയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, അല്ലാഹ് എന്ന ചിന്തയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ സമയത്ത് പറയട്ടെ, ദുനിയാവിന്റെ വഞ്ചനയിൽ പെട്ടുപോകല്ല. ഒരു പ്രയാസം നേരിടുമ്പോഴേക്ക് ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹ് ഇഷ്ടപ്പെടാത്ത വഴികളിലേക്ക് തേടിപ്പോകല്ല. പലപ്പോഴും വേദനയോടെ എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ശിർക്കിന്റെ കൂടാരത്തിന്റെ മുമ്പിൽ പോയി, അമ്പലത്തിന്റെ മുമ്പിൽ പോയി,
ശിർക്കിന്റെ താവളങ്ങളിൽ പോയി പൂജാരിമാരുടെ മുമ്പിൽ ചെന്നുകൊണ്ട് വരി നിൽക്കുന്ന മുസ്ലിം പെണ്ണുങ്ങളെ കാണുകയാ. റേഷൻ കാർഡ് പരിശോധിച്ചാല്, തിരിച്ചറിയൽ രേഖ പരിശോധിച്ചാല് ആളൊരു മുസ്ലിമാണ് എന്ന് പേരുകൊണ്ട് മനസ്സിലാകുമെങ്കിലും ചെയ്ത പ്രവർത്തനം കാരണം കാഫിറായി പോയിട്ടുണ്ട്. അങ്ങനത്തെ എത്രയോ ആളുകളെ നമ്മൾ കാണുകയാ. അങ്ങനത്തെ ചില ആളുകളുമായി നേരിട്ട് സംസാരിക്കുമ്പോ ഉസ്താദെ 3 കൊല്ലമായി മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ സുഖമായില്ല, ഇനി അവിടെ പോവുകയല്ലാതെ വഴിയില്ല എന്നുള്ളത് കൊണ്ട് പോയതാണെന്ന് പറഞ്ഞ് സ്വർഗത്തെ വലിച്ചെറിയുന്നവരെ നമ്മൾ കാണുകയാണ്, നരകത്തെ സ്വീകരിക്കുന്നവരെ കാണുകയാണ്, ശിർക്കിനെ ഭയപ്പെടാത്ത ആളുകളെ കാണുകയാ. അവിടെയാ മജ്ലിസുന്നൂർ നമുക്കൊരു സമാധാനം നൽകുന്നത്. അസ്ഹാബുൽ ബദർ ആരാ നിങ്ങൾക്കറിയുമോ? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുകയാ, എന്താണ് ബദരീങ്ങൾക്കുള്ള പവർ, എന്താ ബദരീങ്ങൾക്കുള്ള മഹത്വം എന്താണെന്ന് ചോദിക്കുമ്പോ മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, കോടാനുകോടി ഔലിയാക്കളിൽ നിന്ന് ഏറ്റവും ഉന്നതർ, ഇനി ഇതിനേക്കാൾ മഹത്വമുള്ള ഒരു വലിയ വേറല്ല. അതാണ് മഹാന്മാരാകുന്ന സ്വഹാബത്തുൽ ബദർ. അവരിലൂടെ നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിക്കൂടെ? നടക്കൂല എന്ന് വിചാരിക്കുന്ന ഒന്നില്ല റബ്ബിന്റെ മുമ്പിൽ. റബ്ബിന് എല്ലാം സാധ്യമാണ്. ആ റബ്ബാണെങ്കിലോ മഹാന്മാരിലൂടെ മുഅ്മിനീങ്ങൾക്കുള്ള എല്ലാ സഹായങ്ങളും നൽകും. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മഹാന്മാർക്ക് ഹഖ്ഖുണ്ട് എന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ആ ഹഖ് കൊണ്ട് ആർക്കും ചോദിക്കാം. ഞാൻ ഒരു സംഭവം ഓർക്കുകയാണ് സംസാരം അവസാനിപ്പിക്കുമ്പോ. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു യാത്രാ സംഘം, ഇന്നത്തെ പോലെയുള്ള വാഹനങ്ങളല്ല, കടലിലൂടെ സഞ്ചരിക്കുന്ന അന്നത്തെ കപ്പൽ എന്ന് പറഞ്ഞാൽ ആധുനിക കപ്പലുകളല്ല. ഇന്നത്തെ കപ്പലൊക്കെ നല്ല 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 സൗകര്യമുള്ള കപ്പൽ. ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ കൊണ്ടുപോയിട്ട് ആ യാത്രയെക്കുറിച്ചും കപ്പലിനെ കുറിച്ചും ക്യാപ്റ്റൻ ഇങ്ങനെ പരിചയപ്പെടുത്തി തരാണ്. പരിചയപ്പെടുത്തി തരുന്നതിനിടയിൽ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ വന്നിട്ട് പറഞ്ഞു, സാറേ ഒരു കപ്പൽ വരുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല. ഇവരത് അവരുടെ പ്രത്യേക ഉപകരണങ്ങളും സംവിധാനങ്ങളും ഒരു ഭാഗത്ത് കൃത്യമായി നിരീക്ഷണത്തിലാണല്ലോ. ആ നിരീക്ഷണത്തിൽ ഒരു ചെറിയ കറുത്ത പുള്ളി കണ്ടതാണ്. ആ കറുത്ത പുള്ളി കണ്ടപ്പോ എവിടെയാണ് കപ്പൽ വരുന്നത് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി അദ്ദേഹം എന്നെ ആ സ്ക്രീനിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. ഈ കറുത്ത പുള്ളിയാണ് കപ്പൽ. എന്നിട്ട് ഏതാണ് ആ കപ്പൽ എന്ന് അദ്ദേഹം സെർച്ച് ചെയ്ത് അവിടുന്ന് പറഞ്ഞുതരാ. 20 നിലയുള്ള കപ്പലാണ്. 20 നിലയുള്ള കപ്പലാണ് മുന്നിലൂടെ വരുന്നത്. ആ കപ്പൽ ഇന്ന രാജ്യത്ത് പുറപ്പെട്ടു, ഇന്ന രാജ്യത്തേക്കാണ് പോകുന്നത്. 10 നിലകൾ വെള്ളത്തിന് താഴെയാണ്, 10 നിലകൾ വെള്ളത്തിന്റെ മുകളിലാണ്. അങ്ങനെ ഇതിൽ മുഴുവനും വാഹനങ്ങളെ, കാറുകളെ, ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കാറ് വരികയാണ്. ഇതൊക്കെ പരിചയപ്പെടുത്തിയിട്ട് പറയുമ്പോ അല്പം കഴിഞ്ഞപ്പോ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന ഭാഗത്തേക്ക് കപ്പലെത്തണം. അപ്പോൾ പിന്നെ ഇദ്ദേഹം നമ്മുടെ കപ്പലൊന്ന് ബ്രേക്ക് ചെയ്തു. എന്നിട്ട് അവരുമായിട്ട് ഫോണിൽ സംസാരിച്ചു, ഞങ്ങൾ ആദ്യം പോകണോ നിങ്ങൾ ആദ്യം പോകണോ? അപ്പോൾ അവർക്ക് അവിടെ നിർത്തിടാൻ പറ്റിയ കണ്ടീഷനല്ല, ഞങ്ങൾക്ക് ആദ്യം പോകണം. എന്നാൽ അവർക്ക് പോകുന്നത് വരെ ഞങ്ങൾ നിർത്തിയിടണം. ഇന്നത്തെ സൗകര്യങ്ങൾ ഇങ്ങനെയാ. ഇതില്ലാത്ത 10, 300, 400 കൊല്ലങ്ങൾക്ക് അപ്പുറമുള്ള യാത്രാ സംഘത്തെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നടുക്കടലിൽ എത്തി നിൽക്കുകയാ. 4 ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന വെള്ളമാണ്, കിലോമീറ്ററുകൾ പരന്നു കിടക്കുകയാ. കാറ്റിൽ പെട്ടുപോയി, തിരമാലകൾ ആർത്തലച്ചു വരാൻ തുടങ്ങി, അതിശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. ഈ കപ്പൽ പൊട്ടിത്തകരും എന്ന ഘട്ടത്തിലെത്തിയപ്പോ യാത്രാ സംഘത്തിലുള്ള ആളുകൾ നിലവിളിക്കാൻ തുടങ്ങി. മഹാന്മാരാകുന്ന മശായിഖുമാർ അസ്ഹാബുൽ ബദറിന്റെ മഹത്വം പറയുന്ന ഭാഗത്ത് ഈ സംഭവം രേഖപ്പെടുത്തിയിട്ട് പറയാം. ജനങ്ങൾ ഇങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോ ആ യാത്രാ സംഘത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, നമ്മുടെ ഈ യാത്രക്കാരെ കൂട്ടത്തിൽ ഒരു മജ്ദൂബാകുന്ന സ്വാലിഹായ ഒരു മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തോട് പോയി പറഞ്ഞു നോക്ക, വല്ല ആത്മീയ പരിഹാരം കിട്ടുകയാണെങ്കിലോ. എവിടെ അദ്ദേഹം ഉള്ളത്? അവർ കപ്പലിന്റെ എല്ലാ ഭാഗവും പരിശോധിച്ചപ്പോൾ ആരും ശ്രദ്ധിക്കാത്ത ഒഴിഞ്ഞ ഭാഗത്ത് സുഖമായിട്ട് പോയിട്ട് ഇദ്ദേഹം കടന്നുറങ്ങണം. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഔലിയാക്കളെ പ്രത്യേകത തന്നെ എന്താണ്? നമ്മളൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഔലിയാക്കൾ ഉറങ്ങൂല. ഉറങ്ങോ?
നമ്മളൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഔലിയാക്കൾ ഉറങ്ങൂല, അവരപ്പം നല്ല ഇബാദത്തിലാണ്. എന്നാൽ നമുക്ക് ഉറക്ക് വരാത്ത സമയമുണ്ട്, അപ്പൊ അവർക്ക് നല്ല സുഖമായിട്ട് ഉറക്ക് വരും ചെയ്യും. ഈ കപ്പൽ പൊട്ടിത്തകരുമോ, ചിന്നിച്ചിതറുമോ, മുങ്ങിത്താഴുമോ എന്ന ഘട്ടത്തെത്തി വിളിച്ചിട്ട് ആരും കേൾക്കുന്നത് കൊണ്ടല്ല, എന്നാലും വെറുതെ നിലവിളിക്കുക തന്നെയാണ്. ഈ മഹാന്റെ മുമ്പിൽ ചെന്ന് നോക്കുമ്പോ ഇദ്ദേഹം ഉറങ്ങുകയല്ലേ. യാത്രാസംഘത്തിന് നേതൃത്വം നൽകുന്ന ആള് പറയുകയാ, ലൗ കാന ലിഹാദൽ മിസ്കീനി അഖ്ലുൻ മാ നാമ. ഈ ഉറങ്ങിക്കിടക്കുന്ന ആളെ ചൂണ്ടിയിട്ട് പറയാ, ഈ സാധുവിന് ചെറിയ ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ ഉറങ്ങൂല. അപ്പൊ ഇയാൾക്ക് ബുദ്ധി ഇല്ലാത്ത ആളായിരിക്കുന്നു. എന്നാൽ അദ്ദേഹമാണെങ്കിൽ നല്ല ബുദ്ധിയുള്ള ആളാ. എന്താ ബുദ്ധി? വെള്ളത്തെ പഠിച്ചതാരാണ്? അല്ലാഹു. എന്നെ പഠിച്ചതാരാണ്? അല്ലാഹു. കാറ്റിനെ പഠിച്ചതാരാണ്? തിരമാലകളെ പഠിച്ചതാരാണ്? അല്ലാഹു. എന്തിനാണ് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ ഭയപ്പെടുന്നത്? സൃഷ്ടാവിനെ ഭയപ്പെട്ടാ പോരെ? അതാണ് ബുദ്ധി. ആ ബുദ്ധിയുള്ള ആള് കിടന്നുറങ്ങുകയാ, ബുദ്ധിയില്ലാത്തവർ നിലവിളിക്കുകയാ. ഏതായിരുന്നാലും ഇദ്ദേഹത്തെ തട്ടി വിളിച്ചുണർത്തിയപ്പോൾ ഫഅഫാഖ വഹുവ യഖൂലു ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദിക്ർ ചൊല്ലിക്കണ്ടങ്ങ് ഉണർന്ന് കണ്ണു തിരുമിങ്ങ നോക്കുമ്പോ എല്ലാവരും നിലവിളിക്കുക. എന്താ പ്രശ്നം? എന്താണ്? എന്തിനാ കരയുന്നത്? എന്താ നിങ്ങളെ വിഷയം? എന്താ? ഇവർ പറഞ്ഞു, ഇതാ മുങ്ങിത്താഴാൻ പോവുകയാണ്. കാറ്റിലും കോളിലും പെട്ടിട്ട് ഇതാ ആടി ഉലയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം. ബഹുമാനപ്പെട്ടവർക്ക് അതൊരു വിഷയമേ അല്ല. അദ്ദേഹം വീണ്ടും ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാ. പക്ഷേ ജനങ്ങൾ സമ്മതിച്ചില്ല. തങ്ങളെ ഒരു പരിഹാരം, ഒരു സമാധാനത്തിന്റെ വഴി പറഞ്ഞു തരണം. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സ്വാലിഹായ മനുഷ്യനെ ഇവർ വല്ലാതെ ശല്യപ്പെടുത്തിയപ്പോ ഒരു കടലാസ് കയ്യിലേക്ക് അങ്ങ് നൽകുകയാ. എന്നിട്ട് പറയുന്നു, ഫജ്അൽഹു ഫീ മുഖദ്ദമി സഫീന. കപ്പലിന്റെ മുൻഭാഗത്ത് ഈ കടലാസ് കൊണ്ടുപോയി വെച്ചോ. കപ്പലിന്റെ മുൻഭാഗത്ത് ഈ കടലാസ് കൊണ്ടുപോയി വെക്കാൻ മഹാനാകുന്ന ഈ സ്വാലിഹാകുന്ന മനുഷ്യൻ കൊടുത്ത കടലാസ് വേറെ ഒരു രക്ഷയും കാണാത്ത ലോകത്ത് ഇനി ഇതല്ലാതെ പരിഹാരം വേറെ ഒന്നുമില്ലല്ലോ. യാത്രാ സംഘത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ പറയുകയാ, ഫഅഖതുഹു, ഞാൻ ആ കടലാസ് അങ്ങ് വാങ്ങി, വജഅൽതുഹു കമാ ഖാല, പറഞ്ഞതുപോലെ ഞാൻ കൊണ്ടുപോയി വെച്ചു. കപ്പലിന്റെ മുൻഭാഗത്ത് എന്റെ കയ്യിലേൽപ്പിച്ച ആ കടലാസ് അങ്ങ് കൊണ്ടുപോയി വെച്ചതോടുകൂടി സുബ്ഹാനല്ലാഹ് ഫകശഫല്ലാഹു അൻ ബസരി, എന്റെ കാഴ്ചയിൽ അല്ലാഹു കശ്ഫ് നൽകുകയാ. പിന്നെ ഞാൻ കാണുന്ന കാഴ്ച പ്രത്യേകമായ കാഴ്ചയാ. ഫഇദാ റിജാലുൻ, ഒരു സംഘം പുരുഷന്മാർ ഇതാ വന്നിരിക്കുകയാണ്. എവിടുന്നാണ് വന്നത് അറിയില്ല, ഏതു വഴിയിലൂടെയാണ് വന്നത് അറിയില്ല, ആരാണ് വന്നിട്ടുള്ളത് എന്നത് അറിയില്ല. ഒരു സംഘം പുരുഷന്മാർ ഇതാ വന്നിട്ടുണ്ട്. ആ പുരുഷന്മാര് വന്നിട്ട് അവർക്ക് എന്താ പണി? അഖദൂ ബി അത്റാഫി സഫീനതി, കപ്പലിന്റെ ഓരോ സൈഡിലും അവർ പിടിച്ചിട്ടുണ്ട്. കപ്പലിന്റെ ഓരോ തെല്ലും അവർ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് വജറുഹാ ഇലൽ ബരി, കരയിലേക്ക് ഇങ്ങനെ കപ്പല് വലിച്ചിങ്ങനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയി വറകസുഹാ ഇലർ റംൽ, മണലിൽ കൊണ്ടുപോയി നങ്കൂരമിട്ട് നിർത്തി. ഈ ആടി ഉലയുന്ന കപ്പലിന് നടുക്കടലിൽ നിന്ന് ഏതോ ഒരു സംഘം ആളുകൾ വന്ന് അവരിങ്ങനെ വലിച്ചു കൊണ്ടുപോയി അങ്ങനെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. ഇപ്പോൾ കരക്കണഞ്ഞു, സമാധാനമായി. ധാരാളം കപ്പലുകൾ, ആ രാത്രിയിൽ കടലിറങ്ങിയ മുഴുവൻ കപ്പലുകളും പൊട്ടി തകർന്നു പോയിട്ടുണ്ട്. ചരക്കുകളും ആളുകളും ഒക്കെ നശിച്ചു പോയിട്ടുണ്ട്. വൈറുഹാദിഹി, ഈ കപ്പൽ രക്ഷപ്പെടാൻ കാരണം എന്താ? ഒരു കടലാസ് കഷ്ണമാണ്. അപ്പോൾ ഞാൻ പോയി നോക്കി എന്താണ് കടലാസിലുള്ളത് എന്ന്. യാത്രാ സംഘത്തിന് നേതൃത്വം നൽകുന്ന ആള് പറയാ, ഞാൻ ആ കടലാസിൽ എന്താണുള്ളത് പോയി നോക്കി.
ഇത്ര വലിയ സഹായം ലഭിച്ചിട്ടുള്ള ഒരു കടലാസ് ആർത്തലച്ചു വരുന്ന തിരമാലകൾക്ക് മുമ്പിൽ വരെ നമ്മെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുള്ള കടലാസ്, ആ കടലാസിലുള്ളത് എന്താണെന്ന് പോയി നോക്കുമ്പോ വല്ലദീ കാന ഫീ ഹാദിഹിൽ ഖിർതാസി മക്തൂബൻ ബി അസ്മാഇ അഹ്ലി ബദർ, ഈ കടലാസിൽ ബദരീങ്ങളെ പേരുകൾ എഴുതിയിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. ആ ബദരീങ്ങളെ പേരുകൾ എഴുതി കഴിഞ്ഞാൽ ഒരു കപ്പൽ മാത്രമല്ലല്ലോ രക്ഷപ്പെടുന്നത്, എല്ലാ വിഷയത്തിലും അല്ലാഹു രക്ഷ നൽകുകയാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പറയട്ടെ, എന്ത് പ്രശ്നങ്ങൾ വന്നാലോ, സാമ്പത്തിക പ്രയാസങ്ങളുള്ളവരുണ്ടോ, ശാരീരിക വിഷമങ്ങളുള്ളവരുണ്ടോ, വീട്ടിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രയാസങ്ങൾ ഒരാളോടും പറയാത്തവരുണ്ടോ? മജ്ലിസുൻ നൂറിന്റെ സദസ്സിലേക്ക് നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ ദുആഇന്റെ അപേക്ഷ ഇങ്ങനെ കൊടുത്തേക്കുന്ന കൂട്ടത്തിൽ ഒരു സഹോദരി എഴുതി, ഉസ്താദ് ഇത് ഉറക്ക വായിക്കരുത്, ഇത് ഉസ്താദ് മാത്രം സ്വന്തം വായിച്ച് മനസ്സിലാക്കിയാൽ മതി, എന്നിട്ടൊരു പരിഹാരം ഒന്ന് പറഞ്ഞെന്നാ മതി. എന്താണ്? ഭർത്താവിന്റെ സ്വഭാവം വളരെ മോശമാണ്, അതിനൊന്നും വേണ്ട. ഞാൻ ആ സദസ്സിൽ എല്ലാവർക്കും തിരിഞ്ഞ രൂപത്തിൽ പറഞ്ഞു, പെണ്ണെ, നിന്റെ വീട്ടിൽ പത്രം വായിക്കലാണോ ഇപ്പോൾ പതിവുള്ളത്? നിന്റെ വീട്ടിൽ ചാനൽ തുറന്നു വെക്കുന്ന പതിവാണോ ഉള്ളത്? അടിയും മിടിയും സ്റ്റണ്ടും ചവിട്ടും കുത്തും വെട്ടും കൊലപാതകവും അഴിമതിയും വേണ്ടാത്തരങ്ങൾ മാത്രമാണോ വീട്ടിൽ? ആ വീട് നന്നാക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയൂല. അതേ സമയത്ത് ആ വീട്ടിൽ ബദരീങ്ങളെ പേരുകൾ എന്നും ചൊല്ലി നോക്ക്, ഒരു വെള്ളവും ആരും പറയണ്ട, ഒരു കൗൺസിലിംഗും നടത്തണ്ട, ഒരു ചികിത്സയും നടത്തണ്ട. ആ ബദരീങ്ങളെ ശഫാഅത്തിലൂടെ പെണ്ണെ, നിന്റെ സ്വഭാവം നന്നാകും, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം നന്നാകും. 30 കൊല്ലം രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അകന്നു കഴിയ, തെറ്റിക്കഴിയാണ്. ആ നാട്ടിലെ പള്ളിക്കത്ത് ഉസ്താദിനോട് മജ്ലിസിനോട് ചെല്ലുമ്പോൾ പറയാം, ഉസ്താദെ, ഈ രണ്ട് കുടുംബക്കാരൻ നല്ല മനുഷ്യന്മാരാണ്, അവരെ കൊണ്ട് പള്ളിക്കും മദ്രസക്കും സമസ്തക്കുള്ള സേവനം ചെറുതൊന്നല്ല, പക്ഷെ അവർ തമ്മിൽ ഭിന്നിപ്പതിന്റെ പേരിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്. 30 കൊല്ലം പലരും മധ്യസ്ഥ ശ്രമം നടത്തിയതാണ്. ഇതൊന്ന് യോജിച്ച് കിട്ടാമെന്ന് ദുആ ചെയ്യണം. ബദരീങ്ങളെ ഇസ്മുകൾ അങ്ങ് ചൊല്ലുകയും അതിൽ ഒരു കുടുംബത്തിന് കൂടുതലായി ഒന്ന് നന്നാവണമെന്നൊരു ആഗ്രഹമുണ്ട്, അവരോട് പ്രത്യേകമായി ബദരീങ്ങൾ ഇസ്മുകൾ എന്നും പതിവാക്കാൻ വേണ്ടി പരസ്യമായി പറയാണ്, വേറൊന്നുമല്ല. രണ്ടാമത്തെ മാസം മജ്ലിസിന്റെ സദസ്സിലേക്ക് വന്നപ്പോഴേക്ക് 3 പതിറ്റാണ്ട് അകന്നുന്ന കുടുംബം പിന്നെ കൈപിടിച്ചിട്ടാ വരുന്നത്. ഒന്ന് അത്ഭുതപ്പെടേണ്ട, ബദരീങ്ങൾ ആരാ നമുക്ക് തിരിഞ്ഞിട്ടില്ല. നമ്മൾ പറയും അവിടെ ആസ്പത്രി പോയാൽ, മറ്റേ ആളത്ത് പോയാൽ, അവിടെ പോയാൽ, ഇവിടെ പോയാന്ന് പറയും. എവിടെയും പോകേണ്ട, ബദരീങ്ങൾ ഇവിടെ വരും. ബദരീങ്ങൾ നമ്മുടെ വീട്ടിൽ വരും. അസ്ഹാബുൽ ബദർ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ഏതൊരു ശൈത്വാനും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോഴും. ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം വരണോ? ഭർത്താവിന് ഭാര്യയിൽ നിന്ന് സ്നേഹം വരേണ്ടതുണ്ടോ? മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് ആദരവ് കിട്ടേണ്ടതുണ്ടോ? നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ച വിനയാണ് ഇന്ന് കാണുന്നത്. അവിടെ സിനിമാ ലോകത്തിന് വലിയ ആദരവ് നൽകിപ്പോയി. നിസ്കാരം ഖളാ ആക്കുന്നതിന് മടിയില്ല, ഹറാമ് പറഞ്ഞിരിക്കാൻ മടിയില്ല. അതേ സമയത്ത് നമ്മുടെ വല്യുപ്പയും വല്യുമ്മയും ഒക്കെ ജീവിച്ചിരുന്ന ആ പഴയ കാലത്തെ കുറിച്ച് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അവർ അസ്ഹാബുൽ ബദറിലെ ഇസ്മുകൾ ചൊല്ലുന്നവരാ. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമൈ കാക്കണം യാ റബ്ബനാ. ഏത് ആഫത്ത് മുസീബത്തിൽ നിന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അസ്ഹാബുൽ ബദറിൽ നമുക്ക് സഹായം തരില്ലേ, സലാമത്ത് തരില്ലേ? ഡോക്ടർ ഓപ്പറേഷൻ നൽകി, ഓപ്പറേഷന് വേണ്ടി നിർദ്ദേശിച്ചു, ഇതല്ലാതൊരു വഴിയില്ല. മിനിയാന്ന് കരുവാരക്കുണ്ട് തുവൂര് സമീപത്ത് ഒരു മജ്ലിസുൻ നൂറിന്റെ സദസ്സിലേക്ക് ചെല്ലുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്റെ കൈ പിടിച്ചു, ഉസ്താദേ എന്റെ പുറത്ത് ഇവിടെ നിന്ന് തൊട്ടു നോക്കിയെന്നാണ്. എന്താ? ഒന്നുമില്ല. എന്നാൽ എന്റെ കുപ്പായത്തിന് മുകളിൽ ഇങ്ങനെ മുഴച്ച് കാണുന്ന രൂപത്തിൽ വലിയ മുഴ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്യല്ലാതെ വഴിയില്ലാന്ന് ഡോക്ടർമാരെ മുഴുവനും പറഞ്ഞു. എനിക്കാണെങ്കിൽ ഓപ്പറേഷന് വലിയ പേടി. ബഹുമാനപ്പെട്ട ബദരീങ്ങളെ ഇസ്മുകൾ ചൊല്ലുന്ന മജ്ലിസുൻ നൂർ 7 ഫാത്തിഹയും അസ്ഹാബുൽ ബദർ ഇസ്മുകളും ഉൾക്കൊള്ളുന്ന ഈ മജ്ലിസുൻ നൂർ അങ്ങ് നേർച്ചാക്കി ഞാൻ അങ്ങ് ചൊല്ലാൻ തുടങ്ങി. പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി പരിശോധിച്ച് നോക്കുമ്പോൾ മുഴയില്ല, ഒന്നുമില്ല, ഓപ്പറേഷൻ ഒന്നും വേണ്ട.
മിനിയാന്ന് തൂരിൽ നിന്നൊരാൾ പറഞ്ഞതാ. ഓരോ ദിവസവും ആളുകൾക്ക് അനുഭവം പറയാനുള്ളൂ. അത്ഭുതപ്പെടേണ്ടതില്ല, അത്ഭുതങ്ങൾ കാണുന്ന വഴി ഇത് തന്നെയാ. വതറൽ അജായിബ ഇത് അദംത തിലാവതൻ ഫീഹാ മഅൽ ഇസ്ബാഹി വൽ ഇംസാഇ. സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവരെ ഓർക്കാതിരിക്കാൻ കഴിയാത്ത ചില രംഗം എനിക്കുണ്ട്. ഈ ബൈത്ത് എനിക്ക് ചൊല്ലി അർത്ഥം വെച്ച് തന്നത് സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദാണ്. മജ്ലിസുന്നൂർ വിഷയത്തിൽ പലപ്പോഴും എനിക്ക് ഉപദേശങ്ങൾ പരസ്യമായും രഹസ്യമായും സൈനുൽ ഉലമായി തങ്ങൾ തന്നിട്ടുണ്ട്. ഒരിക്കൽ വതറൽ അജായിബ ഇത് അദംത തിലാവത്തൻ എന്ന ഈ വരികൾ ചൊല്ലിയിട്ട് എനിക്ക് ഒരു അടച്ചിട്ട റൂമിൽ വെച്ച് അർത്ഥം വെച്ച് തരാം. അന്ന് എന്നോട് പറഞ്ഞത് വതറൽ അജായിബ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ഇത് അദംത തിലാവത്തൻ ബദരീങ്ങളെ പേരുകൾ പാരായണം ചെയ്യുന്നതിന് നീ പതിവാക്കുകയാണെങ്കിൽ ഫീഹാ മഅൽ ഇസ്ബാഹി വൽ ഇംസാഇ രാവിലെയും വൈകുന്നേരവും ഓരോ തവണ ബദരീങ്ങളെ പേരുകൾ പതിവാക്കി പാരായണം ചെയ്യുകയാണോ അത്ഭുതങ്ങൾ നിനക്ക് കാണാൻ കഴിയും. ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. ലാകിൻ ബിശർത്തിൽ ഇദ്നി മിൻ അർബാബിഹാ യോഗ്യരാകുന്ന മശായിഹുമാരിൽ നിന്ന് മഹാരഥന്മാരിൽ നിന്ന് സമ്മതപ്രകാരം ചൊല്ലണം എന്ന് മാത്രം. അവിടെയാണ് മുഅ്മിനീങ്ങൾ രക്ഷപ്പെട്ടത്. 12 തവണ ചുരുങ്ങിയത് ഒരു ദിവസം ബദരീങ്ങളെ പേരുകൾ ചൊല്ലുന്ന ശംസുൽ ഉലമായി റഹിമഹുല്ല അവിടുത്തെ ദർസിലാണല്ലോ ഹൈദരലി ശിഹാബ് തങ്ങൾ വലിയ കിതാബുകൾ ഓതി പഠിച്ചത്. ആരിഫീങ്ങളിൽപ്പെട്ട പൂക്കോയത്തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആ പ്രിയപ്പെട്ട മഹാനാകുന്ന വലിയന്റെ മടിയിൽ ഇരുന്നു കൊണ്ടാണല്ലോ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വളർന്നു വന്നത്. ആ മഹാന്മാരിലൂടെയുള്ള ആത്മീയ ബന്ധത്തിലൂടെ പാണക്കാട് തങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ഈ മഹത്വമുള്ള ഏറ്റവും വലിയ ആത്മീയ മേഖലയിൽ നമുക്ക് ഹൃദയത്തിന് സമാധാനം നൽകുന്ന അസ്ഹാബുൽ ബദറിന്റെ ഇസ്മുകൾ ഇതാ നമുക്കെല്ലാവർക്കും സമ്മതം തന്നിരിക്കുകയാണ്. നമ്മൾ എന്നും പതിവാക്കുക. മാസത്തിൽ ഒരു തവണ ഈ സദസ്സ് ഇവിടെ നടക്കും ഇൻഷാ അല്ലാഹ് എന്നാണ് ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുള്ളത്. ഞാൻ പറയട്ടെ, ഈ സദസ്സിൽ നിർബന്ധമായും ഒരാളും പങ്കെടുക്കേണ്ടതില്ല. അങ്ങനെ കമ്മിറ്റിക്കാർക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, ഉസ്താദുമാർക്ക് വേണ്ടി ആരും ഈ സദസ്സിലേക്ക് വരികയും വേണ്ട. അതേസമയം ബദരീങ്ങൾക്കൊപ്പം ഇരിക്കണമെന്ന ആഗ്രഹത്തോടെ വരുന്നവർ മാത്രം വന്നാൽ മതി. നിങ്ങൾ ചെയ്യേണ്ടത് എത്രയുള്ളൂ, ഇഖ്ലാസോടുകൂടി ഇതിൽ സംബന്ധിക്കണം എന്നൊരു തീരുമാനമെടുക്കുകയും നിങ്ങളെ സുഹൃത്തുക്കളെ, പരിചയക്കാരെ, കുടുംബത്തിൽപ്പെട്ടവരെ, അയൽക്കാരൊക്കെ ഒരു 2-4 ദിവസം മുമ്പ് ഓർമ്മപ്പെടുത്തുക. മറ്റന്നാളാണ് നമ്മളെ മജ്ലിസുന്നൂർ. ഒരാളെങ്കിലും നിങ്ങളെ വാക്ക് കാരണം ഈ സദസ്സിലേക്ക് വന്നാൽ അതിന് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം അവിടെ കിട്ടുമ്പോൾ നിങ്ങൾ ആലോചിക്കും, പടച്ചോനെ എനിക്ക് എല്ലാ മജ്ലിസുന്നൂറിലേക്കും ആളുകളെ വിളിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു അമലായി സ്വീകരിച്ചാൽ മതിയായിരുന്നു. നമ്മളതറിയില്ല. നമ്മളൊരാളുടെ നാട്ടിൽ മജ്ലിസിൽ ഒന്ന് വരണമെന്നൊരു വാക്യം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം വന്നു, ബദരീങ്ങൾ ഇസ്മുകൾ ചൊല്ലി, അതിന്റെ കൂലി പടച്ചോ എനിക്കും തരാം, ഞാൻ വിളിച്ചു എന്നിട്ട കാരണത്താൽ. അങ്ങനെ മറ്റുള്ളവരെന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടതുള്ളൂ. സ്വന്തമായി ഇതിൽ സംബന്ധിക്കാനുള്ള ഒരു സ്വയം തീരുമാനമെടുക്കുക എന്നല്ലാതെ നാട്ടുകാർക്കോ കമ്മിറ്റിക്കാർക്കോ മറ്റോ വേണ്ടി നിങ്ങൾ ആരും പങ്കെടുക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് മാസത്തിൽ ഒരു തവണ ഈ സദസ്സ് ഇങ്ങനെ തന്നെ ഇവിടെ നടക്കും. ഇതിലേറെ ആളുകൾ ഉണ്ടാവുക എന്നല്ലാതെ ആളുകൾ കുറയുന്ന പരിപാടിയില്ല. മജ്ലിസുന്നൂറിന്റെ മാസാന്ത സദസ്സും വാർഷിക സദസ്സും ഒരേ വലുപ്പാണ്. മറ്റൊക്കെ വാർഷികം വലുതാവുമല്ലോ, ഇത് വാർഷികം ഒരേ മാതിരിയാണ്, ജുമുഅന്റെ മാതിരിയാണ്. ജുമുഅന്റെ മാതിരി എല്ലാ ജുമുഅയും ഒരേ മാതിരി തന്നെയാണ്. എന്നപോലെ മജ്ലിസുന്നൂറിന്റെ സദസ്സും അത് മാസാന്ത സദസ്സാണെങ്കിലും വാർഷിക സദസ്സാണെങ്കിലും അതിലൊക്കെ ആളുകൾ എല്ലാവരും വരും. അത് നല്ല ആനന്ദമാണ്, നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്നതാണ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഈ സദസ്സ് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം റഹ്മാനെ. ഖിയാമത്ത് നാൾ വരെ ഈ സദസ്സിനെ ഈ വിധത്തിൽ ഇവിടെ സംഘടിപ്പിക്കാനും അതിലൂടെ ഞങ്ങൾക്ക് 2 ലോകത്തും രക്ഷപ്പെടാനുള്ള വഴികൾ കണ്ടെത്താനും അവസരം നൽകണം റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ആദരണീയനായ ശൈഖുന നമ്മുടെ ഈ മജ്ലിസിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് വേഗത്തിൽ ബദരീങ്ങൾ ഇസ്മുകൾ ഒന്ന് ചൊല്ലി തീർക്കണം. അവരെ കുറിച്ചൊക്കെ നമുക്കറിയാലോ. അവർക്ക് സാധാരണ
അവരെ പേര് പോലും സ്റ്റേജിൽ പറയുന്നവർക്ക് ഇഷ്ടമല്ല. ഇടയ്ക്കൊക്കെ ഒന്ന് കാണുന്ന ഒരാളും പരിചയമുള്ള ആൾ എന്ന നിലയ്ക്ക് എനിക്കത് അറിയാം. ഇന്ന് വരെ ആ പേര് ഞാൻ ഈ സദസ്സിൽ എവിടെയും പറയലുമില്ല. അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്, പൊരുത്തമില്ലാത്തതുകൊണ്ട്. അവരെ ദേഷ്യം നമുക്ക് കിട്ടിയ കാര്യമില്ല, അവരെ ഇഷ്ടമാണല്ലോ കിട്ടേണ്ടത്. അവരെ പേര് പറയുന്നത് പോലും ഇഷ്ടമല്ല. അവരിൽ നിന്ന് വല്ല നസീഹത്തും കിട്ടുകയാണെങ്കിൽ അത് ഖൽബിന് വലിയ ആനന്ദമായിരിക്കും. അവിടുന്ന് ഒരു ദുആ നമുക്ക് കിട്ടില്ല, അത് വലിയ റാഹത്തായിരിക്കും. അതുകൊണ്ട് അവർ വന്നാൽ പിന്നെ വേറെ ഒന്നും ഇവിടെ നടക്കൂല, വേറെ ഒന്നും നടക്കൂല. പിന്നെ അവരെന്താണോ പറയുന്നത് മാത്രം, അതാണ് എൻ്റെ അളവും. അതുകൊണ്ട് അവർ വരുന്നതിന് മുമ്പ് നമുക്ക് ഇൻഷാ അല്ലാഹ് അസ്ഹാബുൽ ബദറിന്റെ ഇസ്മുകൾ ഇവിടെ ആരംഭിക്കണം. അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. മഹാരഥന്മാരുടെ ഖദമിനു താഴെ നിന്ന് അല്ലാഹുവെ പരലോകത്തിൽ രക്ഷപ്പെടാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണം റഹ്മാനെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.